ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഫർഉൻ യംബഗി അല്ലാ യുഇദ്ദ ലിനഫ്സിഹി കഫനൻ. ജീവിതകാലത്ത് കഫൻ റെഡിയാക്കോ പറ്റോ ഇല്ലേ എന്നതാ ചർച്ച. യംബഗി അനിവാര്യമാണ്. അല്ലാ യുഇദ്ദ ലിനഫ്സിഹി കഫനൻ, സ്വശരീരത്തിന് വേണ്ടി ഒരു കഫൻ തയ്യാറാക്കി വെക്കാതിരിക്കലാണ് സുന്നത്ത്. യംബഗി എന്നതിന് ഇവിടെ സുന്നത്ത് എന്നർത്ഥം വെക്കാം. ഷെർവാനി നോക്കിയാൽ കുറെ കൂടി വ്യക്താകും. അപ്പോ അങ്ങനെ ഒരു കഫൻ തയ്യാറാക്കാതിരിക്കൽ അനിവാര്യമാകും. കഫൻ തയ്യാറാക്കണ്ട. എപ്പോഴൊഴിച്ച്? ഇല്ലാ ഇൻ സലിമ അനി ശുബ്ഹത്തി, കഫൻ തുണി, ഇവൻ തയ്യാറാക്കുന്ന തുണി ശുബ്ഹയെ തൊട്ട് രക്ഷപ്പെട്ടാലല്ലാതെ. മറ്റാരെങ്കിലൊക്കെ കഫൻ ചെയ്യുമ്പോൾ ശുബ്ഹ ഉള്ളതാ കിട്ടുക. ഇവൻ തയ്യാറാക്കുന്നത് ശുബ്ഹയെ തൊട്ട് രക്ഷപ്പെട്ടതാണ്. അങ്ങനെ ആയാലല്ലാതെ. ശുബ്ഹ തീരല്ല. ഔ ഹിയ ഫീഹി അഖഫു, അല്ലെങ്കിൽ ഇവൻ ഈ തയ്യാറാക്കുന്നതിൽ ശുബ്ഹ അഖഫാണ്. ഔ ഹിയ, ഒന്നുകിൽ ശുബ്ഹയെ തൊട്ട് പറ്റ രക്ഷപ്പെട്ടു, ഔ ഹിയ അല്ലെങ്കിൽ ആ ശുബ്ഹ ഫീഹി അഖഫു, ഇവൻ തയ്യാറാക്കുന്നതിൽ അഖഫാണ്, കുറവാണ്. ഈ ഘട്ടത്തിൽ തയ്യാറാക്കാം. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാര് വേറൊരു സൂറത്ത് അധികം പറഞ്ഞിട്ടുണ്ട്. ഒരു സ്വാലിഹിന്റെ അസറാണെങ്കിൽ, സ്വാലിഹിന്റെ ഡ്രസ്സാണെങ്കിൽ അത് ബർക്കത്തിന് വേണ്ടിയിട്ട് കഫന് എടുത്തു വെക്കാം എന്ന് പറഞ്ഞു. അതിനെ ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, ഇപ്പൊ ഒരു സൂറത്ത് പറഞ്ഞെന്നില്ലേ, ശുബ്ഹയെ തൊട്ട് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ശുബ്ഹ ഖഫീഫായത്, ഇത് മതി, ഇനി മറ്റേത് പറയേണ്ട ആവശ്യമില്ല. വമഅ ഹാദാ ലാ യുഹ്താജു അൻ യുഖാല ഔ കാന മിൻ അസരി മൻ യുതബറകു ബിഹി. ബർക്കത്തുള്ള ആളുടെ അസർ എന്നത് അസറായ കഫൻ തുണി എടുത്തു വെക്കാം എന്ന് പറയേണ്ട ആവശ്യമില്ല. വമഅ ഹാദാ, ഇത് പറയലോട് കൂടെ ലാ യുഹ്താജു അൻ യുഖാല, പറയപ്പെടേണ്ട ആവശ്യമില്ല. എന്ത്? ഔ കാന മിൻ അസരി മൻ, അല്ലെങ്കിൽ ആ കഫൻ തുണി ഒരാളുടെ അസറിൽപ്പെട്ടതായി, യുതബറകു ബിഹി, അയാളെ കൊണ്ട് ബറക്കത്തെടുക്കും, അല്ലെങ്കിൽ യതബറകു ബിഹി, ആ തയ്യാറാക്കുന്ന ആള് അതുകൊണ്ട് ബർക്കത്തെടുക്കും, അങ്ങനത്തെ ഒരാളുടെ അസറിൽപ്പെട്ടതായാലല്ലാതെ എന്ന് പറഞ്ഞ് മൂന്നാമത്തൊരു കാരണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ആദ്യം പറഞ്ഞ ശുബ്ഹന്റെ കാര്യം പറഞ്ഞാൽ മതി. അതെന്ത്? അതോ അതിലി അന്നഹു ലാ യുക്തഫാ ബി കൗനിഹി മിൻ ആസാരിഹി, ആ ബർക്കത്തെടുക്കുന്ന ആളുടെ അസറിൽപ്പെട്ടതാണ് എന്നുള്ളത് പോരല്ലോ. ഇല്ല ഇൻ ഖഫത്തു ശുബ്ഹത്തുഹു, അതിന്റെ ശുബ്ഹ ഖഫീഫായാലല്ലാതെ. ബർക്കത്തെടുക്കാൻ പറ്റുന്ന ആളുടേതാണെങ്കിലും ശുബ്ഹ ഖഫീഫാവണ്ടേ. അങ്ങനെ ആവുമ്പോ ഫയദ്ഖുലു ഫിൽ അവ്വലി, ആദ്യം പറഞ്ഞ ശുബ്ഹല്ലാത്തത് എന്ന് പറഞ്ഞതിൽ പെട്ടിയില്ലേ എന്നാണ് ഇബ്നു ഹജർ തങ്ങൾ നിരൂപിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കാരണം പറയേണ്ട ആവശ്യമില്ല. ആശയക്കാര് വിമർശിക്കുന്നുണ്ട്, ഒട്ടാകെ കിട്ടുന്നത് ശുബ്ഹല്ലാത്ത കഫനാണ്, എന്നാ പിന്നെ ബർക്കത്ത് എടുക്കണം എന്ന ഉദ്ദേശത്തിൽ എന്താ എടുത്തു വെച്ചൂടെ, അപ്പൊ അത് പറയണ്ടേ എന്ന് ഹാഷ്യക്കാർ എഴുത്തിറാലാക്കുന്നുണ്ട്. ഇനി അവൻ അങ്ങനെ സൂക്ഷിച്ച് ഇതിൽ തന്നെ കഫൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്തു കൊടുക്കൽ ബാധ്യതയുണ്ടോ? അതാ സുമ്മ ഇദാ അയ്യനഹു തഅയ്യന, സുമ്മ ഇദാ അയ്യനഹു, കഫൻ തുണിയെ അവൻ നിർണയിച്ചു കൊടുത്തു, ഇതിൽ നിന്ന് കഫൻ ചെയ്യണം, ഇതാണ് എൻ്റെ കഫൻ തുണി എന്ന് നിർണയിച്ചു കൊടുത്താൽ തഅയ്യന,
അത് നിർണിതമായി. ഏതുപോലെ കമാലൗ കാല ഇഖ്ലിദൈനി മിൻ ഹാദിഹിൽ ഐനി, ഒരാൾ പറയാണ് ഇഖ്ലിദൈനി മിൻ ഹാദിഹിൽ ഐനി, ഈ തടിയിൽ നിന്ന് എന്റെ കടം വീട്ടണം എന്ന് പറഞ്ഞാൽ ഐനന്നെ വീട്ടണം. അത് താഴ്യുനാകുന്നത് പോലെ തന്നെ. അപ്പൊ ഇവിടെയും താഴ്യുനായി. ഇനി ഇതിനെതിര് പറയുന്നുണ്ട് സർക്കശി ഇമാമ്. ശരിയല്ല, അതാ പറഞ്ഞ ജവാസ ഇബ്ദാലിഹി കസിയാബി ഷഹീദി ഫീഹി നളറുൻ. സർക്കശി ഇമാമ് റാജിഹാക്കിയത് ജവാസ ഇബ്ദാലിഹി, ഓ നിർണയിച്ചാലും നമുക്ക് മാറ്റിക്കൊടുക്കൽ ജായിസാണ് എന്നതിനെ തർജീഹ് ചെയ്യാം. മൂപ്പര തെളിവ് ഖിയാസാണ്. ഖിയാസ് കസിയാബി ഷഹീദി, ഷഹീദിന്റെ വസ്ത്രം പോലെ. ഷഹീദിന് ഓനെ യുദ്ധത്തിൽ വഫാത്താകുമ്പോണ്ടായ ഷഹീദാകുമ്പോണ്ടായ ആ വസ്ത്രം അതിൽ നിന്ന് ധരിക്കണം എന്നുള്ളത്, മറവ് അതിൽ തന്നെ കഫൻ ചെയ്യണം എന്നുള്ളത് നമുക്ക് മാറ്റി കൊടുത്തൂടെ? കൊടുക്കാലോ. 165 തൊഫ നോക്കിയാൽ കാണാം. അപ്പോ ഷഹീദിന്റെ വസ്ത്രത്തിനോട് ഖിയാസാക്കിയിട്ട് ഇവിടെയും മാറ്റിക്കൊടുക്കാം എന്ന് സർക്കശി പറയുന്നത് ഫീഹി നളറുൻ, അതിൽ നളറുണ്ട്. ഖിയാസ് ശരിയല്ല. എന്തുകൊണ്ട്? വൽ ഫർഖു ലാഹിറുൻ, ഫർക്ക് ലാഹിറാണ്. അവിടെ ഷഹീദ് ഇതിൽ കഫൻ ചെയ്യണമെന്നൊന്നും ഷഹീദ് വസിയത്ത് ചെയ്തിട്ടില്ല. ഇവിടെ അങ്ങനല്ലല്ലോ, ഇവിടെ ആള് പറഞ്ഞില്ലേ. അപ്പൊ അതിനോടുള്ള ലംഘനല്ലേ? രണ്ടും വ്യത്യാസമാണ് എന്നുള്ളത് എല്ലാവർക്കും തിരിയുന്നുണ്ട്. ഇനി അടുത്തത്, കഫൻ ചെയ്ത് കഫൻ കള്ളം കട്ടുകൊണ്ടുപോയി, എന്ത് ചെയ്യാൻ പറ്റും? അതാ നോക്കേ ഈ ഭാഗത്ത്. വലൗ സുരിഖ കഫനുഹു വലൗ ബഅദ ദഫനിഹി, ജവാബ് കുറെ താഴെ. ഫഇല്ലം തുഖസ്സമി തരിഖതു ജുദ്ദിദ വുജൂബൻ വഇദാ ഇൻ ഖുസ്സിമത് വകദാ ഇൻ ഖുസ്സിമത് ഇൻദൽ മുതവല്ലി വഖാലൽ മാവർദിയു നദ്ബൻ വൽ മുത്തജിഹു അൽ അവ്വലു വകദാ ലൗ കാനൽ മുകഫിനു അൽ മുൻഫിഖ ഔ ബൈത്തൽ മാലി. അത് മാത്രം ഇങ്ങോട്ട് വായിക്കാം നമുക്ക്, എന്നിട്ട് അതിന്റെ ഇടയിലുള്ളത് പിന്നെ വായിക്കാം. വലൗ സുരിഖ കഫനുഹു, ഒരാളുടെ കഫൻ മോഷ്ടിക്കപ്പെട്ടു, ഒരു മയ്യത്തിന്റെ കഫൻ മോഷ്ടിക്കപ്പെട്ടു. വലൗ ബഅദ ദഫനിഹി, അത് മറവ് ചെയ്തതിന്റെ ശേഷമായാലും ശരി, കഫൻ മോഷ്ടിക്കപ്പെട്ടാൽ എന്താ മസ്അല? ഇവന്റെ അനന്തര സ്വത്ത് ഓരി വെച്ചുക്കണോ ഇല്ലേ എന്ന് നോക്കണം. ഫഇല്ലം തുഖസ്സമി തരിഖതു, തരിഖത്ത് ഓഹരി വെക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ജുദ്ദിദ വുജൂബൻ, നിർബന്ധമായിട്ടും മാറ്റിക്കൊടുക്കണം, പുതുക്കപ്പെടണം. അവന്റെ തരിഖത്ത് അവിടെ ഉണ്ടല്ലോ. വകദ, ഇപ്രകാരം തന്നെയാണ് ഇൻ ഖുസ്സിമത്ത്, തരിഖത്ത് ഓഹരി വെക്കപ്പെട്ടാലും മാറ്റിക്കൊടുക്കണം. ഇന്ദൽ മുതവല്ലി, മുതവല്ലി ഇമാമിന്റെ അടുക്കൽ. ഏതായാലും തരിഖത്ത് ഓഹരി വെച്ചിട്ടില്ലെങ്കിൽ ഇത് മാറ്റിക്കൊടുക്കൽ വുജൂബാണ്. വഖാലൽ മാവർദിയു നദ്ബൻ, മാവർദി ഇമാം പറഞ്ഞു ഇനി മാറ്റിക്കൊടുക്കൽ സുന്നത്തേ ഉള്ളൂ. ഇങ്ങനെ മാറ്റിക്കൊടുക്കാൻ നിന്നാൽ അതിന് വല്ല അവസാനം ഉണ്ടാവുമോ? പിന്നെയും കള്ളം വന്ന് പിന്നെ എടുത്തോണ്ട് പോകൂലേ? ഈ മസാല വെച്ചിട്ട് കള്ളന്മാർക്ക് അതെന്നെ ഒരു പണിയാവൂലേ? മാവർദി ഇമാമ്. ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, വൽ മുത്തജിഹു അൽ അവ്വലു, ന്യായം ആദ്യം പറഞ്ഞത് തന്നെയാണ്, മാറ്റിക്കൊടുക്കൽ വുജൂബാണ്, അല്ലാതെ മാവർദി ഇമാം പറഞ്ഞ മാതിരി സുന്നത്താണ് എന്നല്ല. വക്കദ, ഇപ്രകാരം തന്നെ മാറ്റിക്കൊടുക്കൽ വുജൂബാണ്. ലൗ കാനൽ മുകഫിനു അൽ മുൻഫിഖ, കഫൻ ചെയ്യുന്ന ആള് മുൻഫിഖാണ്, തരിഖത്ത് ഓഹരി വെച്ചു പോയില്ലേ. ഇനി ഇവിടെ ചെലവ് കൊടുക്കുക, പിന്നെ കഫൻ ചെയ്യുന്ന ആള് മുൻഫിഖാണ്. ഔ ബൈത്തൽ മാല്, അല്ലെങ്കിൽ ബൈത്തുൽ മാലാണ്, എന്നാലും തജ്ദീദ് ചെയ്യൽ ഉജൂബാകും. ഇനി നമുക്ക് അതിന്റെ ഇടയിലുള്ളതൊക്കെ വായിക്കാം. അപ്പൊ കഫൻ തുണി കട്ടുപോയാലുള്ള മസ്അല നമ്മൾ പറഞ്ഞു.
എന്നാൽ കട്ടുപോയാലുള്ള അതേ നിയമമാണ് വല്ല വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി, അല്ലെങ്കിൽ വല്ല ഉരുൾപൊട്ടൽ ഉണ്ടായി, മയ്യത്ത് പുറത്തു കണ്ട്, കഫൻ തുണി ഒലിച്ചു പോയിട്ടുണ്ട്, എന്നാലൊക്കെ ഇതേ കളവ് നടന്നോടത്തുള്ള മസലയാണ് എന്ന് അതിന്റെ ഇടയിൽ പറയുന്നു. വയനാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടായില്ലേ? അതാ വയദ്ഹറു അന്ന ബിലാഹു മഅ ബഖാഇൽ മയ്യിത്തി കസരിക്കതിഹി ഫീമാ യതി. വയദ്ഹറു വളരെ വ്യക്തമാകുന്നുണ്ട്. അന്ന ബിലാഹു കഫൻ തുണി ദ്രവിച്ച് പോക, മഅ ബഖാഇൽ മയ്യിത്തി മയ്യത്ത് അവശേഷിക്കലോട് കൂടെ കഫൻ തുണി ദ്രവിച്ച് പോവൽ, കസരിക്കതിഹി കഫൻ തുണി കട്ടുപോകുന്നത് പോലെ തന്നെയാണ് ഫിമായത്തി നേരത്തെ പറഞ്ഞ വിഷയങ്ങളിൽ. ഫിമായത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ താഴെ പറയുന്നുണ്ട് തരിക്കത്ത് ഓഹരി വെച്ചിക്കണോ ഇല്ലയോ എന്ന വിഷയം. അപ്പോ മയ്യത്ത് അവിടെ ബാക്കിയായി കഫൻ തുണി പോയിട്ടുണ്ടെങ്കിലും മസ്അല അതന്നെയാണ് എന്നാ പറഞ്ഞത്. ഇനി വലാഹിറുൻ അഖ്ദം മിമ്മാ യഅതി മിൻ അദ്മിൻ നബ്ശിലിൽ കഫനി ലിഹുസൂലിൽ മഖ്സൂദി മിൻഹു ബിസത്രിഇ ഫി തുറാബി ഫലാ തുൻതഹഖു ഹുർമതുഹു അന്ന സൂറത ഹുനാ അന്ന സാരിക അഖദൽ കഫന വലം യതുമ്മ തുറാബ അലൈഹി ഔ തമ്മഹു ഫനബശ ലിഅർളിൻ ആഖർ, അല്ലെങ്കിൽ ഫനുബിശ ലിഅർളിൻ ആഖർ ഫറുഇയ ബിലാ കഫനി. അതെന്താ ചർച്ച? മയ്യത്തിന്റെ കഫൻ തുണി എടുത്തിട്ട് മയ്യത്തിനെ കള്ളൻ തന്നെ അടക്കിക്കണ്. നഞ്ഞി നമ്മള് അത് മാന്തിയിട്ട് രണ്ടാമത് കഫൻ തുണി തജ്ദീദ് ചെയ്യണോ? അത് വേണ്ട. അതാ പറഞ്ഞ് വലാഹിറുൻ വളരെ വ്യക്തമാണ്. എൻ്റെ ആ ഖബറിന്റെ മൂത്ത ബാക്കിൽ വരുന്നുണ്ട്. വലാഹിറുൻ വളരെ വ്യക്തമാണ്. അഖ്ദം മിമ്മാ യഅതി വരാൻ പോകുന്ന മസ്അലയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാ ഇത് പറയുന്നത്. വരാൻ പോകുന്നത് 205 വരുന്നുണ്ട്. എന്താ അവിടെ വരുന്നത്? മിൻ അദ്മിൻ നബ്ശിലിൽ കഫനി, കഫൻ ചെയ്തു കൊടുക്കാൻ വേണ്ടി മയ്യത്തിനെ മാന്തണ്ട. എന്താ മാന്തണ്ട എന്ന് പറയാൻ കാരണം? ലിഹുസൂലിൽ മഖ്സൂദി മിൻഹു, ആ കഫന്നാലുള്ള മഖ്സൂദ് കിട്ടിയല്ലോ. മറക്കലല്ലേ, മറക്കാന്നുള്ളത് ഖബർ അടക്കി പോയില്ലേ? അതുകൊണ്ട് ഇനി കഫൻ ഇല്ലാതെ അടക്കിക്കണമെങ്കിൽ കഫന് വേണ്ടി മാന്തണ്ട. ആ മഖ്സൂദ് കിട്ടിയത് ബിസത്രിഹി ഫി തുറാബ് മണ്ണിൽ ഓന മറക്കൽ കൊണ്ട്. ഫലാ തുൻതഹഖു ഹുർമതുഹു അതുകൊണ്ട് ഇനി കഫൻ ചെയ്യാൻ വേണ്ടി മാന്തി ഹുർമത്ത് പിച്ചി ചീന്തപ്പെടരുത് എന്ന് വരാൻ പോകുന്നുണ്ട് 205. അതിൽ നിന്ന് കിട്ടുന്നത് എന്താ? അന്ന സൂറത്ത ഹുന, ഇവിടെ കട്ടുപോണോടത്ത് കഫൻ തുണി മാറ്റിക്കൊടുക്കണം എന്ന് പറഞ്ഞത് അന്ന സാരിക അഹദൽ കഫന, സാരിക്ക് കള്ളൻ കഫൻ തുണി എടുത്ത് വലം യതുമ്മ തുറാബ അലൈഹി, എന്നിട്ട് കഫൻ ആ മയ്യത്തിന്റെ മേലിൽ മണ്ണ് മൂടിയിട്ടില്ല, അല്ലെങ്കിൽ ഔ തൊമ്മഹു മണ്ണിനെ മൂടി ഫനബശലി ഒർലിനാഹറ വേറെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി മാന്തി, അല്ലെങ്കിൽ ഫനുബിശലി ഒർലിനാഹർ വേറൊരാവശ്യത്തിന് വേണ്ടി ആരോ മാന്തി എടുത്ത്, അങ്ങനെ ഫറുയ്യ ബിലാ കഫനിൻ കഫനില്ലാതെ കാണപ്പെട്ടു, അപ്പോഴാണ് തജ്ദീദ് ചെയ്യണം എന്ന് പറഞ്ഞത്. അല്ലാതെ കള്ളൻ കഫൻ തുണി എടുത്ത് കള്ളൻ അത് മൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തജ്ദീദ് ചെയ്യേണ്ട ആവശ്യമില്ല. സൂറത്ത് അവിടെയാണ് എന്നാണ് പറയുന്നത്. അത് ആദ്യം തന്നെ കഫൻ ചെയ്യാതെ മറവ് ചെയ്യണോടത്ത് ഇനി കഫൻ തുണിക്ക് വേണ്ടി മാന്തണ്ട, കഫൻ ചെയ്യാൻ വേണ്ടി മാന്തണ്ട എന്ന മസ്അലീന്ന് വ്യക്തമാകും എന്നും പറഞ്ഞു. ഇനി നമുക്ക് നേരത്തെ വായിച്ച 129 പേജിലെ ബാക്കിയുള്ളത് വായിക്കാം. അതാ 129 നമ്മൾ വായിച്ചതിന്റെ ബാക്കി. വലൗ അകലൽ മയ്യിത്ത സബഉൻ മസലൻ ഫഹുവ ലിൽ വറസതി ഇല്ലാ ഇൻ കാന മിൻ അജ്നബിയ്യിൻ ലം യൻവി ബിഹി റിഫ്ഖഹും ബിഅദാഇൽ വാജിബി അൻഹും ലിഅന്നഹു ഹീന ഇദിൻ ആരിയത്തുൻ ലാസിമ. വലൗ അകലൽ മയ്യിത്ത മയ്യത്തിനെ തിന്നു, സബഉൻ ഒരു മൃഗം തിന്ന്, മസലൻ
മൃഗം എന്നത് ഒരു മിസാലാണ്. അങ്ങനെ തിന്ന് കഫൻ തുണി ബാക്കിയുണ്ടെങ്കിൽ ഫഹുവലിൽ വറസത്തി, ആ കഫൻ തുണി അനന്തരാവകാശികൾക്ക് അർഹതപ്പെട്ടതാണ്. മയ്യത്തിനെ തിന്നിട്ടുണ്ട്, കഫൻ തുണിയെ ബാക്കിയുള്ളൂ. ഇല്ലാ ഇൻകാനമിൻ അജ്നബിയിൻ, കഫൻ തുണി അന്യ ഒരാളെ വക്കൽ നിന്ന് ഉണ്ടായതല്ലാതെ, അന്യൊരാൾ കൊടുത്തതാ. ലം യൻവി ബിഹി, അവനാണെങ്കിൽ കരുതിയിട്ടില്ല റിഫ്കഹും, ഈ അനന്തരാവകാശികൾക്ക് റിഫ്ക് ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബി അദാഇൽ വാജിബി അൻഹു, ഓലത്തൊട്ടുള്ള വാജിബിനെ ഓൽക്ക് വാജിബല്ലേ, അത് ഞാൻ ചെയ്തു കൊടുത്തോളാ എന്ന നിലക്ക് റിഫ്കൊന്നും കരുതിയിട്ടില്ല. ഒരു അജ്നബിയാണ് കൊടുത്തതാണ്. എന്നാ പിന്നെ അങ്ങനെയായാൽ അന്നഹു ഈനൈദിൻ ആരിയത്തുൻ ലാസിമ, അല്ല റിഫ്കായിട്ട് ചെയ്തതാണെങ്കിൽ എന്നാ പിന്നെ നമ്മൾ എന്ത് ചെയ്യണ്ട, എന്നാ പിന്നെ അത് അനന്തരാവകാശികൾക്ക് എടുക്കാം.